ബംഗാളിലെ സിപിഎമ്മിന്റെ അവസ്ഥയിൽ ശത്രുക്കൾക്ക് പോലും സഹതാപം തോന്നുകയാണെന്ന പരിഹാസവുമായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. ബിജെപിയും മമതയുടെയും പാർട്ടിയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ദുർബലരായ സിപിഎം നേതൃത്വം എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അമിത്ഷായും മോദിയും നടത്തുന്ന തേരോട്ടത്തിൽ ഇത്തവണ മമത വീഴുമെന്നുറപ്പായ സാഹചര്യത്തിൽ സിപിഎം അണികൾ കൂട്ടത്തോടെ ബിജെപിയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണെന്നും സുരേന്ദ്രൻ പറയുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേന്ദ്രൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: സത്യത്തിൽ ബംഗാളിലെ സിപിഎമ്മിന്റെ അവസ്ഥ ശത്രുക്കൾക്ക് പോലും സഹതാപം ഉളവാക്കുന്നതാണ്. അവിടെ ബിജെപിയും മമതയുടെ പാർട്ടിയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ദുർബലരായ സിപിഎം നേതൃത്വം എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. മോദിയെ തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടുമെന്ന് പറഞ്ഞു നടക്കുന്ന പാർട്ടിക്ക് പക്ഷേ ബംഗാളിൽ മോദിയുടെ ശത്രുവായ മമതയെ പിന്തുണയ്ക്കാനും പറ്റുന്നില്ല. പാർട്ടിയുടെ അവശേഷിക്കുന്ന നാമമാത്രമായ അണികൾക്ക് മമതയേക്കാൾ താല്പര്യം ബിജെപിയോടാണെന്ന് താനും. യെച്ചൂരിയും ബൃന്ദയും കമ്പനിയും മമതയോടുള്ള മമത പരസ്യമാക്കിയിട്ടും പെണ്ണുമ്പിള്ളയുടെ അടിയുടെ ചൂട് നല്ലോണം അറിഞ്ഞിട്ടുള്ള സംസ്ഥാന ഘടകം അതിനൊട്ട് സമ്മതിക്കുന്നുമില്ല. അമിത്ഷായും മോദിയും നടത്തുന്ന തേരോട്ടത്തിൽ ഇത്തവണ മമത വീഴുമെന്നുറപ്പായ സാഹചര്യത്തിൽ സിപിഎം അണികൾ കൂട്ടത്തോടെ ബിജെപിയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. അതിവിചിത്രവും അസാധാരണവും നിരാശാജനകവും പരിതാപകരവുമായ ഒരു പ്രതിസന്ധിയിലാണ് ബംഗാളിലെ സിപിഎം എത്തിപ്പെട്ടിരിക്കുന്നത്. 35 കൊല്ലത്തെ കാട്ടാള ഭരണത്തിന് കാലം നൽകിയ കടുത്ത ശിക്ഷ പാർട്ടി അനുഭവിച്ച് തീർക്കുകയാണ്. 2 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലെ സിപിഎമ്മിനും ഈ ഗതി തന്നെയായിരിക്കും വന്നു ചേരുക എന്ന് പറഞ്ഞാണ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. മോദി സർക്കാരിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് 15ഓളം പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് അണിനിരത്തി കൊൽക്കത്തയിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ മെഗാ റാലി സംഘടിപ്പിച്ചിരുന്നു. യുണൈറ്റഡ് ഇന്ത്യ റാലി എന്ന പേരിൽ കൊൽക്കത്തയിൽ ബി-ഗ്രേഡ് പരേഡ് മൈതാനിയിൽ നടന്ന റാലിയിൽ ലക്ഷങ്ങളാണ് പങ്കെടുത്തത്. മോദി സർക്കാരിന്റെ കാലാവധി അടുത്ത ദിവസങ്ങളിൽ അവസാനിക്കും. ഒരു പുതിയ പ്രഭാതം പിറക്കുകയാണ്. ഞങ്ങൾ അതിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഇത് ഞങ്ങൾ ഉറപ്പു നൽകുന്നുവെന്നാണ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി പറഞ്ഞത്. മരുന്നുകളുടെ കാലാവധി കഴിയും പോലെ മോദി സർക്കാരിനും കളം വിടാൻ സമയമായി. രഥയാത്ര എന്ന പേരിൽ വർഗീയ സംഘർഷത്തിന് ഞാൻ അനുമതി നൽകാൻ പോകുന്നില്ല. ബംഗാളിൽ ഭ്രാന്തബുദ്ധിയോടെ പ്രവർത്തിക്കാൻ ബിജെപി ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നുമില്ല. ബിജെപി സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കും. മോദി സർക്കാരിന്റെ കീഴിൽ ഒരു അച്ഛേദ്യൻ പോലും പിറന്നിട്ടില്ല. ജനങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് ഈ സർക്കാരിനെ പുറന്തള്ളി. സംസ്ഥാനത്തെ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രതികാര ബുദ്ധിയോടെയാണ് മോദി സർക്കാർ പ്രതിപക്ഷത്തെ നേരിടുന്നത്. ഇതിനെതിരെ എല്ലാവരും ഒരുമിച്ച് വരേണ്ടതുണ്ട്. കൂട്ടായ നേതൃത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് നിങ്ങളുടെ നേതാവാണെന്നാണ് മോദി ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് നേതാക്കളുണ്ട്. ഞങ്ങളുടെ സഖ്യത്തിൽ എല്ലാവരും നേതാക്കളും സംഘാടകരുമാണെന്നും മമത പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.